ഡോക്ടർ അനീഷ് TS അദ്ദേഹം ആരോഗ്യ വിദഗ്ധൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ അനീഷ്, ദേശീയ ശരാശരിയേക്കാൾ കേരളത്തിൻ്റെ കണക്ക് ഉയർന്നിരിക്കുന്നു. അതായത് കേരളത്തിൽ നടക്കുന്ന പ്രസവങ്ങളുടെ 44% സിസേറിയൻ എന്ന കണക്കാണ്. ഇതിന് സാമൂഹ്യ സാഹചര്യങ്ങളാണോ അതല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക സാഹചര്യങ്ങളും മറ്റും ഇതിൽ പ്രതിഫലിക്കുന്നുണ്ടോ എന്നത് ഒരുപക്ഷെ പഠിക്കേണ്ട കാര്യമാണ്. ഇത് ഗൗരവത്തോടെ എത്ര കണ്ട് ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട്? അതല്ലെങ്കിൽ ഇതൊരു മാറികാലത്തിൻ്റെ സാഹചര്യമെന്ന് കണ്ട് നമ്മൾ വിട്ടാൽ മതിയോ? അതിനെ തീർച്ചയായിട്ടും ഈ സിസേറിയൻ സെക്ഷൻ ഒരു പരിധിയിൽ കൂടുന്നത് നല്ല പ്രവണതയല്ല. അതെന്തായാലും നമ്മൾ നിരീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സിസേറിയൻ സെക്ഷൻ ഓരോ തവണ സംഭവിക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഒരുപാട് മോർബിഡിറ്റി ഇൻവോൾവ് ആണ്. അതായത് ഒരു സുഖപ്രസവം നമ്മൾ പറയുന്നത്, പ്രസവം അത്ര സുഖകരമല്ലെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന ഒരു സ്ത്രീ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ എടുക്കുന്ന സമയവും സിസേറിയൻ കഴിഞ്ഞിട്ടൊരു സ്ത്രീ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാൻ എടുക്കുന്ന സമയവും രണ്ടാണ്. അപ്പൊ പ്രസവിക്കുന്ന സമയത്ത് ഒരു പക്ഷെ വേദന അറിയാതിരിക്കുക തുടങ്ങിയ ഗുണങ്ങൾ സിസേറിയൻ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് കാലം ഈ സ്ത്രീ കിടക്കയിൽ തന്നെ ആയി പോവുകയും അതിന്റെ ബുദ്ധിമുട്ട് കുഞ്ഞിനും ഈ സ്ത്രീക്കും ഉണ്ടാവുകയും അതിന്റെ കോംപ്ലിക്കേഷൻസ്, ഇൻഫെക്ഷൻസ് അതൊക്കെ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. രണ്ടാമത് തീർച്ചയായിട്ടും നേരത്തെ ഈ ചർച്ചയിൽ മിക്കവാറും സൂചിപ്പിച്ചിട്ടുണ്ടാവും, സിസേറിയൻ സെക്ഷന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് മറ്റേ നമ്മൾ സാധാരണയുള്ള ഡെലിവറിയുടെ കോസ്റ്റിനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പൊ അതിനകത്ത് ആരോഗ്യ ചെലവുകൾ വർദ്ധിക്കുന്നതിനത് കാരണമാകുന്നു. അത്തരത്തിൽ ഒരുപാട് സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഇമ്പാക്ട് സിസേറിയൻ സെക്ഷനുണ്ട്. പക്ഷെ അതേസമയം തന്നെ കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അമ്മയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും വേണ്ടിവരുന്ന അത്യാവശ്യ സന്ദർഭങ്ങൾ സിസേറിയൻ ആവശ്യവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു 25 മുതൽ 35% വരെ സിസേറിയനൊക്കെ ഒരുപക്ഷെ വേണ്ടി വരുന്നുണ്ടാകാം, കുറച്ചുകൂടെ വലിയ ആശുപത്രികളൊക്കെ ആണെങ്കിൽ. പക്ഷെ അതിന് മുകളിലേക്ക് സിസേറിയൻ സെക്ഷൻ പോകുമ്പോൾ അതിനെന്താണ് കാരണം എന്നുള്ളത്, അതിൽ നമുക്ക് മാറ്റിവെക്കാവുന്നതോ ഒഴിവാക്കാവുന്നതോ കാരണങ്ങളുണ്ടോ, അതിനകത്ത് സാമ്പത്തിക താല്പര്യങ്ങളുണ്ടോ, ഈ പറഞ്ഞതുപോലെ കൂടുതൽ ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ കൂടുതൽ ഡെലിവറി ഇപ്പോഴും ടെറിഷറി കെയർ സെന്ററിലാണ് നടക്കുന്നത്. അതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. പക്ഷെ എങ്കിൽ പോലും ഗവൺമെന്റിലാണെങ്കിൽ മെഡിക്കൽ കോളേജുകളിലും പ്രൈവറ്റിലാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ആശുപത്രികളിലുമാണ് കൂടുതൽ ഡെലിവറി നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് തിരക്ക് വരികയും പെട്ടെന്ന് ഇപ്പം ഇപ്പം പ്രസവം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. സിസേറിയൻ ആണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഇത്ര പ്രസവം നടത്താനാണെങ്കിൽ സിസേറിയൻ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പൊ അത്തരത്തിൽ ഈ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന ആളുകൾ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണോ അതോ ശരിക്കും ഇത്തരത്തിലുള്ള ഒരു ഇൻഡിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതൊരു ചെയിൻ റിയാക്ഷൻ ആണ്. അതായത് സിസേറിയൻ കൂടിക്കഴിഞ്ഞാൽ അത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആദ്യമായിട്ട് പ്രസവത്തിന് വരുന്ന സ്ത്രീക്ക് നമ്മൾ സിസേറിയനാണ് ചെയ്യുന്നതെങ്കിൽ ആ സ്ത്രീക്ക് രണ്ടാമത്തെ പ്രസവത്തിന് ആ സ്ത്രീക്ക് നോർമൽ ഡെലിവറി ചെയ്യാൻ കഴിയില്ല, സിസേറിയൻ തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് സിസേറിയൻ സെക്ഷൻ കൂടുന്ന പ്രവണത നമ്മൾ മുളയിലെ നുള്ളിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ എണ്ണം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ വിശദമായി പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്കിത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യം പറയാനായിട്ട് കഴിയൂ. ഡോക്ടർ, ഒരു ഉദാഹരണം, ഒരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. ഇത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് സംശയിച്ചപ്പോൾ ഒരാൾ പങ്കുവെച്ച അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പ്രസവമായി ചെന്നപ്പോൾ ഡോക്ടർ കുറച്ച് നാളത്തേക്ക് അവധിയിൽ പോവുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കേണ്ടതില്ല, സിസേറിയൻ തന്നെ നടത്തിയേക്കാം എന്ന് ഡോക്ടർ ഒരു സജഷൻ മുന്നോട്ട് വെച്ചു. ആ പേഷ്യൻ്റ് അതിന് വഴങ്ങുകയും ചെയ്തു. അങ്ങനെ സിസേറിയനായി നടന്നു. അപ്പോൾ ഇത്തരം ചില സാഹചര്യങ്ങൾ ബോധപൂർവം ഉണ്ടാക്കിയ സാഹചര്യങ്ങളിലേക്കും സിസേറിയൻ പോകുന്നു. സിസേറിയൻ അതുകൊണ്ടൊരു പ്രശ്നമില്ല എന്ന് പൊതുജനത്തിനൊരു ബോധം ഇപ്പോഴുണ്ട്. യഥാർത്ഥത്തിൽ അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നം ഇവർ തിരിച്ചറിയാതെ പോകുന്ന പ്രശ്നം കൂടി ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഈ പ്ലാൻഡ് സിസേറിയൻ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ സിസേറിയൻ ചെയ്യുന്ന പ്രവണത നേരത്തെ ഉണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ അത് വർദ്ധിച്ചിട്ടുണ്ടാവും. ഡോക്ടർമാർ അവധിയെടുക്കുന്നു, ഡോക്ടർമാർ കോൺഫറൻസിന് പോകുന്നു. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ദിവസവും കുറച്ച് ഡെലിവറികൾ നടക്കേണ്ടതിന്റെ ഒരു ആവശ്യകത ഇത്തരത്തിലുള്ള അവസരത്തിൽ സിസേറിയൻ സെക്ഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. രോഗിയെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായിട്ട്, പ്രത്യേകിച്ച് വേദന ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് അവർ സിസേറിയന് വില്ലിങ് ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ആരോഗ്യരംഗത്ത് പ്രധാനമായിട്ടും ഡോക്ടേഴ്സ് ആണല്ലോ ഡോമിനേറ്റ് ചെയ്യുന്നത്. ഒരു രോഗിക്ക് ഇപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നല്ലത് CSI ആണോ അതോ നോർമൽ ഡെലിവറി ആണോ എന്നുള്ളത് ഒരു രോഗിക്ക് തീരുമാനിക്കാൻ കഴിയില്ല. അവർക്ക് അതിനെപ്പറ്റിയുള്ള അറിവുമില്ല. അവർ തീർച്ചയായിട്ടും ഡോക്ടറുടെ മുഖത്തേക്കായിരിക്കും അതിനായിട്ട് ഉറ്റുനോക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഡോക്ടർ പറയുന്നതിനെ അവർ വിശ്വസിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇപ്പൊ നേരത്തെ ഞാൻ ഈ ചർച്ചയുടെ അവസാന ഭാഗത്ത് ഞാൻ കേട്ട ഒരു ഡോക്ടർ പറയുന്നത് പോലെ തന്നെ സംവിധാനങ്ങൾ ഊർജിതമാകേണ്ടതായിട്ടുണ്ട്. ആരോഗ്യം ഈ പറയുന്ന സിസേറിയൻ സെക്ഷൻ അല്ലാതെ നോർമൽ ഡെലിവറി നടത്താൻ കഴിയുന്ന രീതിയിൽ ഡോക്ടർമാരെ നഴ്സുമാരെയൊക്കെ പുനർവിന്യസിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഡോക്ടർമാര് കഴിയുന്നതും CS-ന് പകരം നോർമൽ ഡെലിവറി എന്നുള്ള രീതിയിലേക്ക് ആളുകളെ കൗൺസിൽ ചെയ്യുകയും ചെയ്യണം. അപ്പൊ അത് താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ താൽക്കാലികമായിട്ടല്ലെങ്കിലും പിന്നീട് സിസേറിയൻ ഉണ്ടാക്കുന്ന ഒരു മോർബിഡിറ്റി
ഒരു മോർട്ടാലിറ്റി റിസ്ക്കും കോംപ്ലിക്കേഷൻസും ഒക്കെ ഇപ്പം ഭാവിയിൽ തന്നെ പിന്നീട് യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത അതെല്ലാം നോർമൽ ഡെലിവറി അപേക്ഷിച്ച് സിസേറിയൻ സെക്ഷൻ കൂടുതലാണ്. അതുകൊണ്ട് ആ പ്രവണത അത്ര നല്ലതല്ല എന്നുള്ളതിൽ സംശയമൊന്നും.